മൈ ടേൺ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് 10th പ്രിലിംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. എല്ലാവരും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗംഗ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? നമാമി ഗംഗ. 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം യുണൈറ്റഡ് കിങ്ഡം. 2024 ബാക്കു, അസർബൈജാൻ. 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? കുഴങ്ങൾ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ? പോൾ സക്രിയ. 2021-22 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം AN-225 മറിയ. 2021 മേജർ ധ്യാൻ ചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി? PR ശ്രീജേഷ്. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ? AN ഷംസീർ. 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം ഖത്തറായിരുന്നു. ഇനി അടുത്ത് നടക്കാൻ പോകുന്ന 2026 കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വെച്ചിട്ടാണ് അടുത്ത ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ? N അനിൽകുമാർ. കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മലബാർ തീര സമതലം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം? ലക്ഷദ്വീപ്. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ? ഉത്തരായന രേഖ. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗം? മാന്നാർ കടലിടുക്ക്. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളേതെല്ലാം? കൊല്ലം, കോട്ടപ്പുറം. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു? തോറിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം? മുംബൈ ഹൈ. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല? പ്രാഥമിക മേഖല. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം? തുമ്പ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം? ഇന്ത്യൻ റെയിൽവേ. വന്ദേമാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? 52 സെക്കൻഡാണ്. 52 സെക്കൻഡ്. ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 42ാം ഭേദഗതി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. രണ്ടാമത്തെ പ്രസ്താവന
തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം. മൂന്നാമത്തെ പ്രസ്താവന ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം. നാലാമത്തെ പ്രസ്താവന സമത്വത്തിനുള്ള അവകാശം. ഇവിടെ ഉത്തരം തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 86-ാം ഭേദഗതി അനുസരിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. ഒന്നാമത്തെ ഓപ്ഷൻ ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. രണ്ടാമത്തെ ഓപ്ഷൻ അഭിപ്രായ സ്വാതന്ത്ര്യം. മൂന്നാമത്തെ ഓപ്ഷൻ ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇവിടെ ഉത്തരം ഡി ആണ്, സ്വത്തവകാശം. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? 32-ാം വകുപ്പ്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് പാസാക്കിയത്? 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ മിശ്രയാണ്. മൂന്നാമത്തെ പ്രസ്താവന മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികൾ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. നാലാമത്തെ പ്രസ്താവന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1933 പാർലമെൻറ്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. ഇവിടെ ഉത്തരം എ ആണ്. അതായത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? 22 ജൂലൈ 1947. ബ്രിട്ടീഷ് രേഖകളിൽ പയച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജ. കേരളത്തിൽ നടന്ന മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ലോഗൻ കമ്മീഷൻ. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികൾ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്ര പ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടട്ട്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് BT ഭട്ടതിരിപ്പാട്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം 1891. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിൻ്റെ ജന്മസ്ഥലം ഓസ്ട്രേലിയ. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ടേബിൾ ടെന്നീസ്. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ധ്യാൻ ചന്ദ്. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. പാലക്കാട് ജില്ലയിലെ നിത്യഹരിതവനം സൈലൻറ്റ് വാലി. കേരളത്തിലെ
നാടുകളെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റം. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെടുന്ന നദി പെരിയാറ്. 5 തിണകളിൽ നെയ്തൽ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? കടൽ തീരം. സംഘ കാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? ഉമണർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭു. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ബൽഗാം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ദാമൻ ഇ കൗഫ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധം. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി വില്യം ബെനഡിക്റ്റ് പ്രഭു. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഭാരതത്തിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് ഇനാമലാണ്. പല്ലിൻ്റെ ഇനാമൽ. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളി പല്ലുകളുടെ എണ്ണം എത്ര? 8. ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ജീവകം സി ആണ്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുകൃതം. താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ? ഇവിടെ 1ഉം 3ഉമാണ് ഉത്തരം. കുഷ്ഠം, കോളറ. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവ് 78%. ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? തെങ്ങ്. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ലോക വനദിനമായി ആചരിക്കുന്നത് മാർച്ച് 21. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ. സിങ്കിൻ്റെ അയിര് കലാമിൻ. കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏതാണ്? ഹീലിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ്. ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച്
താഴെ പറയുന്നതിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? ഒന്നാമത്തെ ഓപ്ഷൻ ദൂരം ഈസ് ഈക്വൽ ടു വേഗത ഗുണം സമയം. രണ്ടാമത്തെ ഓപ്ഷൻ വേഗത ഈസ് ഈക്വൽ ടു ദൂരം ഭാഗം സമയം. മൂന്നാമത്തെ ഓപ്ഷൻ വേഗത ഈസ് ഈക്വൽ ടു ദൂരം ഗുണം സമയം. നാലാമത്തെ ഓപ്ഷൻ സമയം ഈസ് ഈക്വൽ ടു ദൂരം ഭാഗം വേഗത. ഇവിടെ ഉത്തരം സി ആണ്. അതായത് വേഗത ഈസ് ഈക്വൽ ടു ദൂരം ഗുണം സമയം. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് ISRO. മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 37 ഡിഗ്രി സെൽഷ്യസ്. ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരം F, പവർ P തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? P ഈസ് ഈക്വൽ ടു 1/F എന്നാണ് ഉത്തരം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീച ഭരണം എന്ന് വിളിച്ചു. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന സമപന്തിഭോജനം സംഘടിപ്പിച്ചു. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവനയാണ്. നാലാമത്തെ പ്രസ്താവനയായിട്ടുള്ള സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അതും ശരിയാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് U ഷറഫ് അലി. ചന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇവിടെ ഉത്തരം B ആണ്, ഷെയ്പ്പ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? P വത്സല. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാട്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത്? നിഴലുറങ്ങുന്ന വഴികൾ. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഓഗസ്റ്റ് 23. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. കരിമ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ദേശീയ ജലപാത 3. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ മഹാത്മാഗാന്ധി. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഇവിടെ ഓപ്ഷൻ പുനഃസ്ഥാപന ശേഷിയുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ചെലവ് കുറവാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു. നാലാമത്തെ ഓപ്ഷൻ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഉത്തരം സി ആണ്, ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു.
ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഡി ആണ്, ഗോദാവരി. പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? ഇവിടെ ബന്ധമില്ലാത്ത പ്രസ്താവന 2ഉം 3ഉം ആണ്. അതായത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏത്? 1853. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാറിയ. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? 1993 ഒക്ടോബർ 12. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? 12 ഒക്ടോബർ 2005. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 21. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേവനാഗരി ലിപി. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത്? കടുവയാണ് ഉത്തരം. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഭാഗം 4A. ദേശീയ ഗാനം ആയ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? കൽക്കത്ത സമ്മേളനം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം PT ഉഷ. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം? 2017. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഇവിടെ ഉത്തരം B ആണ്, പാമ്പാർ. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം? ഭാരതപ്പുഴ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത? നഞ്ചിയമ്മ. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട്ട് കായൽ. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകര. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? അയ്യങ്കാളി. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം? അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? 1924. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കർപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം? അരേ സമാജം. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത?
ബേപ്പൂർ മുതൽ തിരൂർ വരെ. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കെ. കേളപ്പൻ. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം പാരീസ്. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് VT ഭട്ടതിരിപ്പാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി രാമനമ്പി. ദേശീയ കാഴ്ചപ്പാടുകളോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി രാജാ റാം മോഹൻ റോയ്. 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത്? ബ്രസീൽ. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല വിശ്വഭാരതി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ദാദാഭായ് നവറോജി. സാരേ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തിക ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേര് റൗലറ്റ് ആക്ട്. ഒരു ബാക്ടീരിയയിൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? സമ്പർക്കം മുഖേന. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി സ്നേഹസ്പർശം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേത രക്താണുക്കൾ ഏതെല്ലാം? മോണോസൈറ്റും ന്യൂട്രോഫിലും. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന. ഇവിടെ ഉത്തരം 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. അതായത് മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം B. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം A. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം E. മുറിവുണ്ടാവുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം K. അമ്ല മഴയ്ക്ക് കാരണമായ വാതകം സൾഫർ ഡൈ ഓക്സൈഡ്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7. പയറ് ചെടിയുടെ സങ്കരനം ഏത്? ഭാഗ്യലക്ഷ്മി. വനവിഭവം അല്ലാത്ത ഏത്? ഇവിടെ ഉത്തരം D ആണ്, മണ്ണെണ്ണ. വനവിഭവം അല്ലാത്തത് ഏതാണ്? ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? 18. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്. 1-ാമത്തെ ഓപ്ഷൻ ജ്വലനത്തിന്,
രണ്ടാമത്തെ ഓപ്ഷൻ റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി. മൂന്നാമത്തെ ഓപ്ഷൻ കൃത്രിമ ശ്വസനത്തിന്. ഇവിടെ ഉത്തരം ഡി ആണ്, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ സഹായിക്കുന്ന കൃത്രിമ രാസവസ്തു കാർമോയ്സിൻ. ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക ആരുടെ സംഭാവനയാണ്? റൂദർ ഫോർഡ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ ചാലനം, രണ്ടാമത്തെ ഓപ്ഷൻ ബാഷ്പീകരണം, 3 സംവഹനം, 4 വികിരണം. ഇവിടെ ഉത്തരം ബാഷ്പീകരണമാണ്. പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സിന് ഉദാഹരണം ഏത്? ഇവിടെ കാറ്റ്, തിരമാല, പെട്രോള്, കൽക്കരി. ഇവിടെ ഉത്തരം കാറ്റും തിരമാലയുമാണ്. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഭ്രമണചലനം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. 44ാം വയലാർ അവാർഡ് നേടിയത് ഏഴാച്ചേരി രാമചന്ദ്രൻ. 2024 അശോകൻ ചരുവിൽ. നോവല് കാട്ടൂർ കടവ്. നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2020 ONV പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ലീലാവതി. 2023 സി രാധാകൃഷ്ണൻ, 2024 പ്രതിഭ റായ് എന്നിവർക്കാണ് ലഭിച്ചത്. തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരൻ്റെ ആത്മകഥയാണ്? പുതുശ്ശേരി രാമചന്ദ്രൻ. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ വി മധുസൂദനൻ നായർ. 2023 EV രാമകൃഷ്ണനും 2024 കെ ജയകുമാറിനും ലഭിച്ചു. മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതി അച്ഛൻ പിറന്ന വീട്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ഋഷി സുനാക്. ഏതിൻ്റെ ലഭ്യതയാണ് മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഇൻ്റർനെറ്റ് ലഭ്യത. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5.5 മണിക്കൂറാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം വൃഷ്ടിപ്രദേശം. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം രവി. ഇന്ത്യയിലെ ഉഷ്ണകാലമേത്? മാർച്ച് മെയ് മാസങ്ങൾ. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമേത്? എക്കൽ മണ്ണ്. പോയിൻ്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്.
അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര്? പോർച്ചുഗീസുകാർ. 1857 കലാപം അറിയപ്പെടുന്നത് ശിപ്പായി ലഹള. കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാ റാം മോഹൻ റോയ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാ റാം മോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാര്? ജവഹർലാൽ നെഹ്റു. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. നീൽ ദർപ്പൺ രചിച്ചതാര്? ദീനബന്ധു മിത്ര. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി KR നാരായണൻ. ഉപരാഷ്ട്രപതിയായതിന് ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഡോക്ടർ S രാധാകൃഷ്ണൻ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? പാർട്ട് 3. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്ക്. സ്വത്തവകാശം ഇപ്പോൾ എന്തവകാശമാണ്? നിയമാവകാശം. അസ്പൃശ്യത അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ 17. ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ളത്? അനുച്ഛേദം 352. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും മെമ്പർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്ക് തന്നെയാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ, ഇടുക്കി. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? ഡിസംബർ, ഫെബ്രുവരി. പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിൽ? 1859. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊച്ചി ടോണ്ടി പോയിൻ്റ്. അയ്യങ്കാളി ജനിച്ച ദിവസം 1863 ഓഗസ്റ്റ് 28. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര്? വൈകുണ്ഠസ്വാമികൾ. അക്കമ്മച്ചെറിയൻ എന്ന പുസ്തകം എഴുതിയത് R. പാർവതി ദേവി. ആഗമാനന്ദ അന്തരിച്ച വർഷം 1961. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം
ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. കുണ്ടറ വിളംബരം നടന്നത് എന്ന്? 1809 ജനുവരി 11. ചാന്നാർ സ്ത്രീകൾക്ക് മാറ് മറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന്? 1859 ജൂലൈ 26. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവി. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബയോട്ടിനാണ്. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചതെന്ന്? 2015 ഓഗസ്റ്റ് 25. റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം DDT. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ. തോറിയത്തിൻ്റെ അയര് മോണോസൈറ്റ്. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഡ്യൂറ്റീരിയമാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജൻ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം സോപ്പ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ജൂള്. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം? ഓപ്ഷൻ എ സമചലനം, ഓപ്ഷൻ ബി സമമന്ദീകരണ ചലനം, ഓപ്ഷൻ സി അസമചലനം. ഇവിടെ ഉത്തരം ഡി ആണ്. ഇതൊന്നുമല്ല. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി ബലം. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം വോയേജർ 1. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാർഗി ആനന്ദൻ. 2024 സനിയ മൽഹോത്ര. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ വീരമണി രാജു. 2024 വീരമണി ദാസൻ. 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? എൻ പ്രഭാകരൻ. 2023 PN ഗോപാലകൃഷ്ണൻ. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2020 യുനെസ്കോ ചെയർ പാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പരിയാരം. 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ത്രിപുര. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയതാര്? ശശി തരൂർ. 2024 എസ്റ്ററിൻ കയർ. നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? ആന്ധ്രാപ്രദേശ്. 2020 മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആര്? ശിവരാജ് സിംഗ് ചൗഹാൻ. ഇപ്പോൾ മോഹൻ യാദവാണ് നിലവിലെ CM. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ ശ്രീനിവാസൻ. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്ന ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര?
ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര. പൂർവഘട്ടം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ഇവിടെ ഓപ്ഷൻ എ നർമ്മദ, ഓപ്ഷൻ ബി പെരിയാർ, ഓപ്ഷൻ സി മഹാനദി, ഓപ്ഷൻ ഡി സിന്ധു. ഇവിടെ ഉത്തരം സി ആണ്, മഹാനദി. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. ഇന്ത്യയിലെ ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിലെ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിനമേത്? എക്കൽ മണ്ണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കടുവ. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കടുവ. വേടന്തങ്ങൾ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽഫോൺസ ഡി അൽബുക്കർക്ക്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സെക്കൻഡ്. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? വാറൻ ഹേസ്റ്റിംഗ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചതെവിടെ? കൽക്കത്ത. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്തെ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാക്കുന്നത് അടിയന്തരാവസ്ഥക്കാലത്ത്. ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം സ്വത്തവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്ത നിർമ്മാർജ്ജനം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 19-ാം അനുച്ഛേദം. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രി. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. കേരളത്തിലെ ചീറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടി, വയനാട്. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് എക്കൽ മണ്ണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയറ്. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുതി പദ്ധതി മീൻവല്ലം ഏത് പുഴയിലാണ്? തൂതപ്പുഴ. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഫറോക്ക്, പാലക്കാട്.
ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ എ കെ ഗോപാലൻ. സാമൂഹിക സാമ്പത്തിക കാരണങ്ങളാൽ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കമ്മ ചെറിയാൻ. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ച ആരുടെ നേതൃത്വത്തിലാണ്? ആഗമാനന്ദ സ്വാമി. തുവയൽ പന്തികൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് അയ്യത്താൻ ഗോപാലൻ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാർ കുറിച്യരും കുറുമ്പരും. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം മലയാളി മെമ്മോറിയൽ. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം 8. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്ഥലം പ്ലൂറ. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ല. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ല. ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിൻ A ആയി മാറുന്നത്? കരൾ. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം D. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി അനുയാത്ര. ഹരിതഗ്രഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് നൈട്രജനാണ്. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഇലക്ട്രോൺ. ഇരുമ്പിൻ്റെ ധാതുവാണ് ഹെമറ്റേറ്റ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈഡ്രജൻ. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ്. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഓക്സിജൻ. ദ്രവ്യം, ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? ബലം. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ കമൻറ്റ് ചെയ്താലും മതി. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മോട്ടിവേഷൻ. അടുത്ത ടോപ്പിക്കുമായി ഉടനെ കാണാം.